ജീവിതങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്തെ സ്നേഹിക്കാൻ നമുക്ക് അനുവാദമില്ല. ഒരു വിശുദ്ധ ജീവിതം ഈ പുതുവർഷത്തിൽ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം? ഒരു വിശ്വാസിക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് എങ്ങനെ പ്രവേശിക്കുവാൻ കഴിയും? അത് ഒരേറ്റുപറച്ചിലൂടെ സാധ്യമായി തീരും. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം അധ്യായം 9-ാം വാക്യം, 1 യോഹന്നാൻ 1:9 അവിടെ വായിക്കുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ ആണ്ടിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ നമ്മെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു പുതിയ സൃഷ്ടിയാക്കി അടുത്ത വർഷത്തിലേക്ക് വിടാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നാം എന്ത് ചെയ്യണം? നാം ഏറ്റുപറയണം എന്നാണ് പറയുന്നത്. ഏറ്റുപറയണം. എന്ത് ഏറ്റുപറയണം? പാപങ്ങളെ ഏറ്റുപറയണം. ഇന്ന് പല ആളുകളും പാപം എന്ന വാക്കിന് ബലഹീനതയെന്നോ ഒരു വീക്ക്നെസ് എന്നോ ഒക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാറുണ്ട്. പറ്റില്ല പ്രിയപ്പെട്ടവരെ, പാടില്ല പ്രിയപ്പെട്ടവരെ. എങ്ങനെ വിശുദ്ധീകരണം സാധിക്കാം? ഒരേറ്റുപറച്ചിലൂടെ അത് സാധിക്കാം. നമുക്കറിയാം, പഴയ നിയമഭക്തനായ ഇയ്യോബ്, അദ്ദേഹം സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തന്റെ കരങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ പറയുകയാണ്, ദൈവമേ ദൈവമേ, വല്ല കറയും എന്റെ കൈക്ക് പറ്റിയിട്ടുണ്ടോ? ഓരോ വിശ്വാസികളും നോക്കണം. ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിലേക്ക് നോക്കി നമ്മൾ ചോദിക്കണം, വല്ല കറയും എന്റെ കൈക്ക് പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നമ്മെ തള്ളിയിടുകയില്ല. നാം ഏറ്റുപറയണം എന്നൊരു പ്രമാണമുണ്ട്. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമുക്കറിയാം, പഴയ കാലത്തൊക്കെ പിതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ ഏറ്റുപറയുമായിരുന്നു. പ്രസംഗിക്കുന്ന കാര്യം തന്നെയാണ് ഏറ്റുപറയുന്നയാളും പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ ആളിനെ മാറ്റിയിട്ട് വേറൊരാളെ അവിടെ നിർത്തി ഏറ്റുപറയിപ്പിക്കും. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അതുപോലെ പറയുക, വള്ളി പുള്ളി വിടാതെ പറയുക. അതാ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ. ഇന്ന് ഡിസംബർ 31 ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ ഏറ്റുപറച്ചിലിന്റെ ദിവസങ്ങളാണ്, ഏറ്റുപറച്ചിലിന്റെ ദിവസമാണ്. പല ആളുകളും പറയുന്നത്, ഈ ആണ്ടിൽ എന്റെ ജീവിതത്തിൽ നിനക്കിഷ്ടമില്ലാത്തത് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ, എന്റെ അറിവിൽ, ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടും എന്റെ അറിവിൽ എന്റെ ജീവിതത്തിൽ ഒരു കുറവുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ നീ സർവശക്തനായതുകൊണ്ട് നിനക്കറിയാം വല്ല കുറവുണ്ടോ, ഉണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചുകൊള്ളുക. അങ്ങനെ ഏറ്റുപറയുന്ന ഒട്ടനവധി വിശ്വാസികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ പുസ്തകം ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ നടന്ന കാര്യം അതുപോലെ പറയുക, സംഭവിച്ച കാര്യം അതുപോലെ പറയുക, വള്ളി പുള്ളി വിടാതെ പറയുക. കർത്താവേ, കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ 10 മണിക്ക് എന്റെ നോട്ടത്തിൽ ഞാൻ ഇങ്ങനെ നോക്കിപ്പോയി, ഇത്ര മണിക്ക് എന്റെ ചിന്തയിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഇത്ര മണിക്ക് എന്റെ വർത്തമാനത്തിൽ ഇങ്ങനെ പറഞ്ഞുപോയി. യെസ് പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ. ആണ്ടിലൊരിക്കൽ മാത്രം ഏറ്റുപറയുന്നവരെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നില്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. മാസത്തിലൊരിക്കൽ മാത്രം ഏറ്റുപറയുന്നവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, അത് ഏറ്റുപറച്ചിലല്ല, വെറുമൊരു പ്രഹസനം മാത്രം. അത് മാറ്റിവെക്കാം. ഏറ്റുപറച്ചിലൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു പുതിയ വർഷം ദൈവം നമുക്ക് തരുന്നുവല്ലോ. ആ പുതിയ വർഷത്തിൽ നമുക്ക് വിശുദ്ധിയോടുകൂടി പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശരിയായ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഉപേക്ഷണവും അടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണല്ലോ. ഏറ്റുപറഞ്ഞു, പിന്നെയും പാപം ചെയ്തു, ഏറ്റുപറഞ്ഞു, കർത്താവ് ക്ഷമിച്ചു, പിന്നെയും ചെയ്തു. അത് ശരിയായ ഏറ്റുപറച്ചിലല്ല. ശരിയായ ഏറ്റുപറച്ചിൽ ആര് നടത്തുന്നുവോ അവരുടെ ജീവിതത്തിൽ അതിൽ ഉപേക്ഷണവും നടത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഞാൻ സൂചിപ്പിക്കുന്നു, ദാവീദ് കഠിനമായ പാപം ചെയ്തു. ആ പാപത്തെക്കുറിച്ചുള്ള ഏറിയ കുറ്റബോധം അവന്റെ ഹൃദയത്തിൽ ഭരിച്ചു. ആ പാപങ്ങളെ ഓർത്തവൻ ഓല കരയുകയാണ്. ആ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. 101-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവേ, ഇനി ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല. അവൻ പറയുകയാണ്, കർത്താവേ, ഞാനൊരു നീചകാര്യം കണ്ടുപോയി, നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ കണ്ടുപോയി, എന്റെ നോട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് എനിക്കുണ്ടായ ഭവിഷ്യത്തുകൾ, അതുകൊണ്ട് ഞാൻ കൊടുത്ത വില അതെത്രയോ അധികമാണ്. കർത്താവേ, ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല, ഇനി അങ്ങനെ സംഭവിക്കുകയില്ല, ഇനി ഞാൻ അങ്ങനെ നോക്കുകയില്ല, അത്തരത്തിലൊരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വരികയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ.
ഏറ്റുപറച്ചിലിൽ ഉപേക്ഷണവും അടങ്ങിയിട്ടുണ്ട്. ആർക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരാം? ആർക്ക് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തോടുകൂടി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം? ഏറ്റുപറയുന്ന ജീവിതങ്ങൾക്ക് മനസ്സിലേക്കൊന്ന് കണ്ണോടിക്കൂ. ഏറ്റുപറയാൻ പറ്റുന്ന പാപങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഏറ്റുപറയുക. അഗ്നിജാലക്കൊത്ത കണ്ണുള്ള ദൈവപുത്രൻ നമ്മുടെ നടുവിലുണ്ട്. അത് കാണാനാണ് അവൻ വന്നിരിക്കുന്നത്. ഏറ്റുപറയാൻ ആർക്ക് മനസ്സുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവർക്ക് വിശുദ്ധരായി മുന്നോട്ട് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പോയിട്ടില്ലാത്ത പുതിയ വർഷത്തിലേക്ക്, പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ കാലൂന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ വരുന്നു. അതിന്റെ 6-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, 6-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്തു ജനത്തിന് മുൻപായി നടന്നു. പുരോഹിതന്മാരെ കുറിച്ചാണ് അവിടെ കാണുന്നത്. അവർ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് ജനത്തിന് മുമ്പേ നടന്നു. ജനം അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒരു പുതിയ വഴിയിലൂടെ പോകുമ്പോൾ ജനം എന്ത് ചെയ്യണം? മുമ്പേ നടക്കുന്നവരെ അനുസരിക്കണം. പുരോഹിതന്മാർ, ദൈവം പ്രത്യേകിച്ചാക്കിയ ദൈവത്തിന്റെ ദാസന്മാർ, അവരെ അനുസരിക്കുവാൻ ദൈവജനം പ്രതിജ്ഞാബദ്ധരായി തീരണം. മുമ്പേ പോകുന്നവരോട് മത്സരമരുത്. മുമ്പേ പോകുന്നവരോട് വെറുതെ ശണ്ടയിടാൻ പോകരുത്. ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. ദൈവം തന്നെ സഭയെ നടത്താൻ, സഭയെ പരിപാലിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്നത് മൂപ്പന്മാരെയും സുവിശേഷകന്മാരെയും ശുശ്രൂഷകന്മാരെയുമാണ്. ആ കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അവർക്ക് നാം എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്? മൂപ്പന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരെ സ്നേഹിക്കുവാൻ, അവരെ അറിയുവാൻ, അവരെ കരുതുവാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, മൂപ്പന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ വിശ്വാസിയെ നമുക്ക് അധികാരമില്ല. ദൈവം എഴുന്നേൽപ്പിച്ച ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ നമുക്ക് അധികാരമില്ല. അവർ ചെയ്തതിന് അവരെ കണക്ക് ബോധിപ്പിക്കട്ടെ. സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവന് നിയമമെടുക്കട്ടെ. അതാണ് ആവശ്യം. നമുക്ക് അവരുടെ നേരെ അന്യായം ബോധിപ്പിക്കുവാൻ അനുവാദമില്ല. അവരെ ബഹുമാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ അടുത്ത സമയത്ത് ഒരാൾ പറയുകയുണ്ടായി, ഉപദേശി എന്ന് തീർത്ത് വിളിക്കയില്ല. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഉപദേശി എന്ന് വിളിക്കുകയുള്ളൂ. എത്ര ദുഃഖകരമായ കാര്യം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സമൂഹമല്ലാതെ ദൈവത്തിന്റെ ദാസന്മാരെ ഇത്രയും സ്നേഹിക്കാതിരിക്കുന്ന വേറെ ഏത് സമൂഹമുണ്ട്? മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ എന്തിനാ ദൈവവചനം കേൾക്കുന്നത്? മൂപ്പന്മാരെ അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അവരുടെ വാക്കുകൾക്ക് അങ്ങനെ തന്നെ അനുസരണം കാണിക്കുവാൻ നമുക്ക് മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ. സുവിശേഷകന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് ബഹുമാനം കൊടുക്കുവാൻ, അവരെ ആദരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുരോഹിതന്മാർ മുമ്പിൽ നടക്കട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് പോകുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച അവന്റെ അഭിഷിക്തന്മാർ അവർ മുമ്പിൽ നടക്കട്ടെ. ഞാനത് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എനിക്ക് വേഗത്തിൽ മുന്നോട്ട് പോകുവാൻ ആവശ്യമുണ്ടല്ലോ. 3-ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വരാം. 3-ാമത്തെ ആശയം, അതിന്റെ 7-ാം വാക്യം. പുതിയ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന 3-ാമത്തെ വസ്തുത. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ പുതിയ വഴിത്താരയിലേക്ക് നാം പദമൂന്നുമ്പോൾ എന്റെ ദൈവം എന്നോടുകൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമുക്കറിയാം ഇവരെങ്ങോട്ടാ പോകുന്നത്? കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി കടന്ന് അക്കരയിലേക്ക് പോകുകയാണ്. കൊയ്ത്തുകാലത്ത് ആ യോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന പതിവാണ്. വെള്ളം അത്രമാത്രം ഉയർന്നിരിക്കുന്ന നദി. ആ നദിയിൽ എങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇവർക്ക് എങ്ങനെ തനിയെ പോകാനായിട്ട് കഴിയും? അത് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവം അവരെ ശക്തീകരിക്കുകയാണ്. ഞാൻ നിന്നോടുകൂടെയുണ്ട്. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വൈപരീത്യമായ നിമിഷങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ നിരാശരാകരുത്. ദൈവം നമ്മോടുകൂടെയുണ്ട്. ഈ 2011 തന്ന ദൈവം, ആ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യങ്ങളിലും, ഏതൊരു പ്രതിസന്ധികളുടെ നടുവിലും ആ ദൈവത്തോടു കൂടെ നാം ജീവിതം നയിക്കണം. കർത്താവ് നമ്മോടുകൂടെയുണ്ട്. അവന്റെ പിന്നാലെ ഈ 2011 നമുക്ക് 13 പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ? ക്യാൻസറിന്റെ പ്രയാസം അനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവരില്ലേ? മെഡിക്കൽ സയൻസിന്
മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സൗഖ്യം ലഭിച്ച പ്രിയപ്പെട്ടവരല്ലേ? ഹാർട്ട് അറ്റാക്ക് വന്ന, ബ്ലോക്ക് വന്ന പല പ്രിയപ്പെട്ടവരല്ലേ? പ്രിയപ്പെട്ടവരൊക്കെ കൈവിട്ട ആളുകൾ, വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ, വേദനകളും ഗദ്ഗതങ്ങളും നൊമ്പരങ്ങളും കഥനകഥകളും ഉള്ള പല ജീവിതങ്ങളിലെ പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. ആ ഇരുട്ടിന്റെ മണിക്കൂറുകളിൽ വെളിച്ചമായ കർത്താവ് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ 2011 എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നാലും നിരാശപ്പെടുവാൻ തയ്യാറാകരുത്. എന്താ കാര്യം? കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് പറയുന്നത്. 73-ാം സങ്കീർത്തനത്തിൽ ആസാബ് പറയുന്നത്, ആളുകൾ, ദൈവത്തെ അറിയാത്ത ആളുകൾ, അവരുടെയൊക്കെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുകയാണ്, അവരുടെ ശരീരം തടിച്ചുരുണ്ടിരിക്കുകയാണ്, അവര് രോഗത്താൽ ബാധിക്കപ്പെടുന്നില്ല. പക്ഷെ ഞാന് ആ അവസ്ഥ പറയണ്ട, അദ്ദേഹം ഏറ്റവും ബലഹീനനായിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആസാഫിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലയോ ആസാഫേ, നിന്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തെ അറിയാത്ത നിന്റെ ശത്രു അവൻ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ നരകത്തിലേക്ക് പോകാനുള്ളവനാണ്, അവൻ വഴുവഴുപ്പിൽ നിൽക്കുകയാണ്. പക്ഷെ നിന്നെ ഞാൻ എന്റെ വലം കൈയിൽ പിടിച്ചിരിക്കുകയാണ്. ഭാരപ്പെടണോ പ്രിയപ്പെട്ടവരെ? ക്യാൻസറോ ജീവിതത്തിന്റെ പ്രതിസന്ധികളോ നമ്മളെ അലയടിച്ചാൽ ഭാരപ്പെടരുത്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാര്യം? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഈ 2011 കൂരിരുൾ വരട്ടെ, ആരും പഴി പറയരുതേ, ആരും ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് പറയരുതേ, ആരും ദൈവത്തോട് ചോദ്യം ചോദിക്കരുതേ. അത് സന്തോഷത്തോട് വാങ്ങി അനുഭവിക്കാൻ കഴിയണം. എന്താ കാര്യം? കർത്താവ് കൂടെയുണ്ട്. ഇസ്രായേലിന്റെ കഷ്ടതയിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അവരോട്